നമസ്കാരം. വാട്ടർ അതോറിറ്റി LD ടൈപ്പിസ്റ്റ് ഓഗസ്റ്റ് മാസം നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ മൊഡ്യൂൾ 3 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനകത്ത് വരുന്ന സിലബസാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നിന്ന് 2 മാർക്ക്, അതുപോലെ തന്നെ C++ ബേസിക്സ് നിന്ന് 2 മാർക്ക്, അങ്ങനെ 4 മാർക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡൈം ചോദിച്ചിട്ടുണ്ട്, അതായത് മാതൃക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ മാതൃക എന്താണെന്ന് നോക്കണം. പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്, പിന്നെ OOPSൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ്, എസെൻഷ്യൽസ് ഓഫ് OOP, അതായത് ഒബ്ജക്റ്റ്, ക്ലാസ്, എൻക്യാപ്സുലേഷൻ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, റീയൂസബിലിറ്റി, പോളിമോർഫിസം, ഡെലിഗേഷൻ, മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് C++ പ്രോഗ്രാം, പിന്നെ ക്രിയേറ്റിംഗ് ദ സോഴ്സ് ഫയൽ, കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ്. ഇത്രയും കൂടെ ചേർത്തിട്ട് 2 മാർക്കാണ് നമുക്ക് ചോദിക്കുക. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷൻ വരുമ്പം C++ ബേസിക്സ്. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒന്നാമത്തെ പ്രീ പ്രോസസ്സേഴ്സ് ഉണ്ട്, കമൻറ്റ്സ് ഉണ്ട്, ഡേറ്റ ടൈപ്സ് ഉണ്ട്, ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എക്സ്പ്രഷൻസ്, ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ്, സിംബോളിക് കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഡിക്ലറേഷൻ ആൻഡ് ഡൈനാമിക് ഇനിഷ്യലൈസേഷൻ, C++ സ്റ്റേറ്റ്മെൻറ്റ്സ്, കൺട്രോൾ സ്ട്രക്ചേഴ്സ്, അറേസ് ആൻഡ് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ്, സ്പെസിഫൈയിങ് എ ക്ലാസ്, ഡിഫൈനിങ് മെമ്പർ ഫങ്ഷൻസ്, ഇറ്റ് സ്കോപ്സ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്ന, CPPക്കകത്ത് നിന്ന് വരുന്ന അല്ലെങ്കിൽ UPSൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ 4 മാർക്കിനാണ് വരുന്നത്. മൊഡ്യൂൾ 3ൽ OOPS കോൺസെപ്റ്റിൽ വരുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. താങ്ക് യു.